Hi friends, this is Ajayaghosh and welcome back to Padikka. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ above 60 we can score within 60 days. ഇനി ആകെ ഒരു 2 മാസം കഷ്ടേ ഉള്ളൂ ഗേറ്റ് എക്സാമിന്. So how we score above 60 plus mark within 60 days. So which all subjects to concentrate, what all topics, how much marks from each subject and how to score above 60 within 2 months. That will be discussed in today's session. So mainly these types of videos are coming. നമ്മൾ generally എന്താ ഈ ടൈപ്പ് പല വീഡിയോസും കണ്ടിട്ടുണ്ട്. But in most videos they concentrate on regular students completing Btech who have completed Btech and repeating GATE. There are also students who have been writing GATE 2024 first time. So initially ആദ്യമായിട്ട് ഗേറ്റ് എഴുതുമ്പോൾ തന്നെ എങ്ങനെ ക്വാളിഫൈ ചെയ്യാം, ടിപ്പ് ഫോർ ക്രാക്കിംഗ് ഗേറ്റ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്, which will also be discussed in this session. So keep on watching the rest of video to know how it's done. So friends, learn at your place, learn at your pace. Let's പഠിക്കുക. ആദ്യമേ നമുക്കൊരു 5 ഗേറ്റ് അൺലോക്കിംഗ് കീസ് നോക്കാം. ഗേറ്റ് ഓർക്കാനുള്ള 5 താക്കോലുകൾ. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ മെയിൻലി നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താ നിങ്ങൾക്ക് ഈസിലി എന്താ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആയാലും എന്താ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ക്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദി ഫസ്റ്റ് കീ ഈസ് ഫോക്കസ് ഓൺ ദി സിലബസ്. സിലബസിന് എന്താ ഫോക്കസ് ചെയ്യുക. കാരണം ഇപ്പോൾ IAS ആണെങ്കിൽ എന്താ കുറച്ചും കൂടി ബിഗർ സിലബസ് ആണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്താ പഠിച്ചിട്ട് കാര്യമില്ല. സോ ഡോണ്ട് സ്റ്റഡി നത്തിങ് ഔട്ട് ഓഫ് ദി സിലബസ്. IAS ഇസ് എ ഡിഫറെൻറ്റ് സിലബസ്. സോ വി വിൽ ലോസ് മച്ച് ടൈം. നമ്മൾ സിലബസിലുള്ള കാര്യം തന്നെ നോക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയം വേണം. സോ ഗോയിങ് ഔട്ട് ഓഫ് ദി സിലബസ് ടൈം വേസ്റ്റ് ആണ്. അത് മാത്രമല്ല ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്ന പോലും ഇല്ല. സോ സ്റ്റിക്ക് ഓൺ ടു ദി സിലബസ്. സോ ദിസ് ഇസ് ഫസ്റ്റ് കീ ടു അൺലോക്ക് ദി ഗേറ്റ്. ഫോക്കസ് ഓൺ ദി സിലബസ്. നൗ ദി സെക്കൻഡ് വൺ ഈസ് സബ്ജക്ട് ആൻഡ് ടോപ്പിക് വെയിറ്റേജ്. ബി ഷുവർ ഓഫ് സബ്ജക്ട് ആൻഡ് ഇറ്റ്സ് വെയിറ്റേജ്. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്, അതിൻ്റെ വെയിറ്റേജ് എത്രയാണ്, ഏതൊക്കെയാണ് കോർ subject, because some subjects carries 15 mark, maths, aptitude, and also technical subjects there will be core subjects. For mechanical ആണ് manufacturing ഉണ്ട്, for civil GT, for triple ആണെങ്കിൽ network, and for EC analog signals and the core subject which carry high weightage. So you should concentrate on that core subject. Core subject ഒരിക്കലും എന്താ ലെഫ്റ്റ് ചെയ്യരുത്. core subject എന്താ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫോക്കസ് ഓൺ ഹൈ റിട്ടേൺ ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്. കാരണം ചില ടോപ്പിക്കിൽ നിന്ന് എന്താ കണ്ടിന്യൂസ് ആയിട്ട് എന്താ ക്വസ്റ്റ്യൻസ് ബീൻ ആസ്ക്ഡ്. സോ ഫോക്കസ് ഓൺ ദാറ്റ് ടോപ്പിക് so that you get much mark from that topic. So this is the second key, subject and topic weightage. The third key is be sure of your fundamentals. Fundamentals എന്താ നല്ല ക്ലിയർ ആയിരിക്കണം. Because keep the fundamentals clear, then only you can solve questions easily. ചിലപ്പോൾ ഗേറ്റിന് എന്താ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫണ്ടമെന്റൽ വെച്ച് ബേസിക് ഫോർമുലാസ്, ഡയറക്റ്റ് ഫോർമുല വെച്ച് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ യു മസ്റ്റ് നോ ദി ഫണ്ടമെന്റൽസ്. ബേസിക് ഫണ്ടമെന്റൽസ് ക്ലിയർ ആയാൽ മാത്രമാണ് എന്താ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് എന്താണ് സോൾവ് ചെയ്യാൻ പറ്റും. സോ ദി ഫണ്ടമെന്റൽസ് ഷുഡ് ബി ക്ലിയർ. ആൻഡ് ദി ഫോർത്ത് വൺ ഈസ് സോൾവ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്താ സോൾവ് ചെയ്യുക. ബിക്കോസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നല്ല, ബട്ട് ദി പാറ്റേൺ കീപ്പ് ഓൺ റിപ്പീറ്റിംഗ്. നമ്മൾ ഗേറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഒരു 3 കൊല്ലത്ത് 4 കൊല്ലത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആ പാറ്റേൺ ഈസ് ബീങ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ്. സോ ഫോക്കസ് ഓൺ സോൾവിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ത് സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ബിക്കോസ് ആ ഒരു ഫ്ലോ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്, ആ ഒരു സിങ്ക് കിട്ടണമെങ്കിൽ എന്താ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താലേ കിട്ടുള്ളൂ. സോ ഒരു 2-3 ടൈംസ് 2-3 വട്ടം എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. സോ ആ ഒരു ഇത് കാരണം നിങ്ങൾക്ക് എന്താണ് ഒന്ന് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ആ ഒരു പാറ്റേൺ എന്താ ക്ലിയർ ആവാൻ പറ്റും. ആൻഡ് ഓൾസോ യു ഷുഡ് ടേക്ക് മോക്ക് ടെസ്റ്റ് ബിഫോർ എക്സാമിനേഷൻ. ഗേറ്റിന് മുമ്പായിട്ട് എന്താണ് 1-2 മോക്ക് ടെസ്റ്റ് എന്താ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഏതൊക്കെയാണ് മോക്ക് ടെസ്റ്റ്, എവിടെ നിന്നൊക്കെ അവൈലബിൾ ആവുന്നുള്ള ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്നുണ്ട്. സോ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ആൻഡ് ഓൾസോ ടേക്ക് മോക്ക് ടെസ്റ്റ്. ആൻഡ് ദിസ് ഈസ് ദി ഫോർത്ത് കീ ഫോർ അൺലോക്കിംഗ് ഗേറ്റ്. And the final key, and the fifth one, is at the time of exam. എക്സാമിൻ്റെ സമയത്തിൽ എക്സാം എഴുതാൻ നേരത്ത് അറ്റംപ്റ്റ് ഈസിയർ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയിട്ട് മാത്സിൻ്റെയോ ഇല്ല ഹൈ വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്ത് കിട്ടാണ്ട് കൺഫ്യൂസ് ആവരുത്. സോ യു ക്യാൻ ജസ്റ്റ് സ്ക്രോൾ അറൗണ്ട്. നിങ്ങൾ ആ ഗേറ്റ് അറ്റൻഡ് ചെയ്യാൻ നേരത്ത് സൈഡിൽ എന്താ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താ സെലക്ട് ചെയ്യുക, അതിനനുസരിച്ച് എന്താ എല്ലാ ക്വസ്റ്റ്യനും ബ്രീഫ് ചെയ്യുക. സോ അതിൽ നിന്ന് എന്താ സ്റ്റാർട്ട് വിത്ത് ഈസി ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്താ സ്റ്റാർട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ്നെസ്സും ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ എന്താ നിങ്ങൾക്ക് എന്താ ആ ഒരു കണ്ടിന്യൂസ് ട്രാക്കിലേക്ക് എന്താ വരാൻ പറ്റും. അതിന് ഇനീഷ്യലി സ്ക്രോൾ ചെയ്തിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് നോക്കുക ആൻഡ് ദെൻ സ്റ്റാർട്ട് all other questions. So attempt easier question first. Just scroll around and look. And these are the 5 keys, gate unlocking keys. Focus on the syllabus, subject weightage, concentrate on core subject, know your fundamentals, solve previous questions and attempt easier question first. So ഈ മെത്തേഡ് ഈ 5 കാര്യങ്ങൾ ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്താ ക്രാക്ക് ചെയ്യാൻ പറ്റും. Now the 60 days plan for getting 60+ mark in gate. Let's look into it. So 60 days പ്ലാനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് we must be familiar with which all subjects we are selecting for study. കാരണം നമുക്ക് എന്താ we don't have that much time. ഒരു 2 months ഉള്ളൂ. അപ്പോൾ അതിനുള്ള എല്ലാ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ ക്ലിയർ കട്ടായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. സോ ഓൾറെഡി വി നോ ദാറ്റ് ഗേറ്റ് ഈസ് കണ്ടക്റ്റഡ് ഫോർ 100 മാർക്സ്. സോ ഈ 100 മാർക്കിന് പഠിച്ചിട്ട് നമുക്ക് പോയി എഴുതാൻ പറ്റില്ല. ഇതിലൊരു 80 മാർക്കിനോളം പഠിക്കുക, അതിൽ നിന്ന് എന്താ ഒരു 60 ആണ് നമുക്ക് ഇത് സ്കോർ ചെയ്യേണ്ടത്.
സോ ഈ ഒരു 80 to 70 മാർക്കിന് പഠിക്കണമെങ്കിൽ നമ്മൾ എല്ലാ സബ്ജക്ട്സും എടുക്കണ്ട, കോർ സബ്ജക്ട്സ് ഉള്ള സബ്ജക്റ്റ് എന്താ സെലക്ട് ചെയ്യണം. മാക്സിമം വെയിറ്റേജ് ഉള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും ഉണ്ടാകും, ബട്ട് ഒന്നുകൂടി ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ഒന്നുകൂടി എന്തായാലും പഠിക്കുക. അതിൻ്റെ ഒപ്പം എന്താ കോർ സബ്ജക്ട്സും കൂടി എന്താ സെലക്ട് ദാറ്റ് കോർ സബ്ജക്റ്റ്. സോ നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ മെക്കാനിക്കലിൽ എൻ്റെ ഒരു പ്രിഫറൻസിൽ നിങ്ങൾ ഈ സബ്ജക്ട്സ് എടുത്ത് കഴിഞ്ഞാൽ എന്താ കുറച്ചും കൂടി എന്താ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള 60+ മാർക്ക് കിട്ടാനായിട്ടുള്ള എന്താ ചാൻസസ് എന്ന് പറഞ്ഞാൽ എന്താ ഹൈ ആണ്. സോ എനിവേ ഏത് ബ്രാഞ്ച് ആണെങ്കിലും മാത്സും ആപ്റ്റിറ്റ്യൂഡും കോമൺ ആയിട്ട് എന്താ മാത്സ് ആവട്ടെ ആപ്റ്റിറ്റ്യൂഡ് അറൗണ്ട് 30 മാർക്ക് അപ്രോക്സിമേറ്റ് 28-30 മാർക്ക്, മാത്സ് ഒരു 15 മാർക്ക്, ആപ്റ്റിറ്റ്യൂഡ് ഒരു 15 മാക്സിമം അപ്രോക്സിമേറ്റ് ആ ഒരു റേഷ്യോ വേണം മാറാം. സോ മാത്സ് ഈസ് ആസ്കിംഗ് ഫോർ 15 മാർക്ക് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അറൗണ്ട് 15. സോ ടോട്ടൽ അറൗണ്ട് 30 മാർക്സ് ഈസ് ഫ്രം ദീസ് മാത്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ബാക്കി ടെക്നിക്കൽ സെക്ഷൻ while looking into mechanical side you should select manufacturing is the core subject. around 15 മാർക്കിന് എന്താ മാനുഫാക്ചറിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് you should select thermal around 12 മാർക്ക്, thermodynamics പവർ സിസ്റ്റം എല്ലാം എന്താ 12 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് അറൗണ്ട് 8 മാർക്കിന് ചോദിക്കുന്നുണ്ട്. HMT അറൗണ്ട് 6 മാർക്ക്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ, RAC. സോ ഈ ഒരു 5 കോർ നിങ്ങൾ ടെക്നിക്കൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, പ്ലസ് MOS കൂടി ഓപ്ഷനിലാണ്. MOS കൂടി എടുത്താൽ എന്താ ഒന്നുകൂടി വെയിറ്റേജ് ആണ്, അറൗണ്ട് 12 മാർക്ക് വരുന്നുണ്ട്. ഈ ഒരു സബ്ജക്ട്സ് സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്ട്സ് ആർ ഇന്റർ കണക്റ്റഡ്. തെർമോഡൈനാമിക്സിലെ ഫോർമുലാസ് തന്നെയാണ് എന്ത് HMT ആവട്ടെ RICയിൽ യൂസ് ചെയ്യണം. FM തെർമലിന് കുറച്ച് കണക്ഷൻസ് ഉണ്ട്, ബൗണ്ടറിയുടെ കണക്ഷൻസ് ഉണ്ട്. സോ ഈ സബ്ജക്ട്സ് സെലക്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ഗുഡ്, കാരണം കുറേ ഫോർമുലാസ് എന്താ ഇന്റർ കണക്റ്റഡ് ആണ്. ആൻഡ് വൈ ലുക്കിംഗ് ഇൻ ടു സിവിൽ എന്താ മാത്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് കോഴ്സ് അറൗണ്ട് 30 മാർക്ക്. ദെൻ GT അറൗണ്ട് 15 മാർക്കിന് ചോദിക്കുന്ന സബ്ജക്റ്റാണ് GT. Then FM and hydrology. FM ഉണ്ട്, ഹൈഡ്രോളജി ഉണ്ട്, രണ്ടും കൂടി ചേർത്ത് around 12 marks it been asked. Environment, highway and transportation, survey. These are the core subjects for civil. And also RCC ഉണ്ട്, but these ഈ subjects എങ്കിലും എന്താ മിനിമം നോക്കുക. And for EC, maths and aptitude, of course maths and aptitude, plus core subjects വന്നത് analog, signals, കൺട്രോൾ സിസ്റ്റം, ഡിജിറ്റൽ, നെറ്റ്വർക്ക്, ഇതൊക്കെയാണ് എന്താ മെയിൻലി എന്താ EC-കാരുടെ കോർ സബ്ജക്ട്സ്. ആൻഡ് വൈ ലുക്കിംഗ് ഇൻ ടു ട്രിപ്പിൾ മാത്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ കൺട്രോൾ സിസ്റ്റം, മെഷീൻസ്, പവർ സിസ്റ്റംസ് ആൻഡ് പവർ മെഷീൻസ്, നെറ്റ്വർക്ക്, അനലോഗ്, ഡിജിറ്റൽ, ഇതെല്ലാത്തുള്ള സബ്ജക്ട്സും ഉണ്ട്, ബട്ട് ദീസ് ആർ ദ കോർ സബ്ജക്ട് ഫോർ ഇലക്ട്രിക്കൽ. സോ ഒരു മിനിമം ഒരു 5 കോർ സബ്ജക്ട് 15 മാർക്ക് വെയിറ്റേജ്, ഒരു 8 മുതൽ 15 മാർക്ക് വെയിറ്റേജ് വരുന്ന 5 കോർ സബ്ജക്റ്റെങ്കിലും എന്താ മിനിമം പഠിച്ചിരിക്കണം ഫോർ ഹാവിങ് സ്കോറിങ് above 60+. മാത്സും ആപ്റ്റിറ്റ്യൂഡൊപ്പം, കാരണം മാത്സും ആപ്റ്റിറ്റ്യൂഡും തന്നെ നമുക്കൊരു 30 മാർക്ക് ഉണ്ട്. അതിനോടൊപ്പം തന്നെ എന്താ ഒരു 40 മാർക്കിനുള്ള ടെക്നിക്കൽ സൈഡ് കൂടെ നമുക്ക് സ്കോർ ചെയ്താലാണ് എന്ത് 60 മേളിലേക്ക് എന്താ വി വിൽ ഗെറ്റ് above 60. ക്ലിയർ ആണല്ലോ. വൈ ലുക്കിംഗ് ഇൻ ടു 60 days പ്ലാൻ നമുക്ക് റെഗുലർ ഓൾറെഡി പാസ് ഔട്ട് സ്റ്റുഡൻസിന് എന്താ യു വിൽ ബി ഗെറ്റിംഗ് ഇനഫ് ടൈം. യു ക്യാൻ സ്പെൻഡ് അറൗണ്ട് 6 to 7 hours per day. ബട്ട് ഇപ്പോൾ 4th ഇയേഴ്സിൽ ഇരിക്കുന്ന S7 സ്റ്റുഡൻസ് വൈ ലുക്കിംഗ് ടു ദിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി എക്സാംസ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാംസ് ആണ്, അധികം സമയമില്ല, ഡിസംബറിലായാലും ജനുവരിയിൽ കുറച്ച് സമയമുള്ളൂ. സോ അവരുടെ കേസ് നോക്കാൻ നിർത്തുന്നത് ദേ വോണ്ട് ബി ഗെറ്റിംഗ് ഇനഫ് ടൈം ഫോർ പ്രിപ്പറേഷൻ. ലാസ്റ്റിൽ എന്താ ഇനഫ് ടൈം കിട്ടുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം എന്താ 1 hour എങ്കിലും എന്താ നിങ്ങൾ ഗേറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഒരു ദിവസം ഒരു 1 hour, മാക്സിമം ഒരു 1 hour എങ്കിലും എന്താ ഗേറ്റിന് സ്പെൻഡ് ചെയ്താലാണ് എന്താ ഈ 60 days നിങ്ങൾക്ക് എന്താ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ. ആൻഡ് നമുക്ക് ഈ ഒരു 60 ദിവസം എന്ന് പറഞ്ഞാൽ എന്താ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 20-20-20 ഒരു 20-20 കളി പോലെ 20-20-20 days ആയിട്ട് നമുക്ക് എന്താ ഡിവൈഡ് ചെയ്യാം. അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ 20-20 ആണ് കളിക്കാൻ പോകണം. ആദ്യത്തെ 20 days, സോ യു ലുക്ക് ഇൻ ടു ഫസ്റ്റ് 20 days. അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 10 days plus 10 days. സോ അതിൽ ആദ്യത്തെ ഫസ്റ്റ് 10 days എന്താ യു ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ മാത്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഒരു 5 days മാത്സിനും ഒരു 5 days ആപ്റ്റിറ്റ്യൂഡിനും വേണ്ടി എന്താ കോൺസെൻട്രേറ്റ് ചെയ്യുക. മാത്സിൻ്റെ മേജർ പോർഷൻസ്, തിയറി, ഫോർമുലാസ് കാര്യം കവർ ചെയ്യുക, അതേപോലെ ആപ്റ്റിറ്റ്യൂഡ്സ്, സം പസിൽസ് കാര്യങ്ങളെല്ലാം എന്താ സോൾവ് ചെയ്യുക. സോ ഫസ്റ്റ് 10 days എന്താ മാത്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് ദി സെക്കൻഡ് 10 days കോൺസെൻട്രേറ്റ് ഓൺ 2 core സബ്ജക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കോർ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ഓൺ എനി 2 core സബ്ജക്ട്സ് വിച്ച് ആർ ഹാവിങ് ഹൈ വെയിറ്റേജ്. മാനുഫാക്ചറിങ്ങോ മെക്കാനിക്കൽ ഇല്ല സിവിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു GT സമസ് കോർ സബ്ജക്ട്സ് എന്താ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഇൻ ഫസ്റ്റ് 20 days യു വിൽ ബി കംപ്ലീറ്റിംഗ് മാത്സ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് 2 core സബ്ജക്ട്സ് മെയിൻ വെയിറ്റേജ് ഉള്ള. ആൻഡ് വൈൽ ഗോയിങ് ടു സെക്കൻഡ് 20 days, രണ്ടാമത്തെ 20 days split into 2, 15 days and 5 days. In this 15 days you should concentrate on 3 core subjects. നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത 2 അല്ലാണ്ട് ഞാൻ ഒരു 5 core subject ആണ് എല്ലാ ബ്രാഞ്ച് വൈസ് പറഞ്ഞേക്കണം. അതിൽ ബാക്കിയുള്ള 3 core subject സ്പ്ലിറ്റ് ആയിട്ട് 5 ദിവസം വെച്ചെന്താ 3 core subjectsകൾ എന്താ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ 15 days എന്താ നിങ്ങൾക്ക് 3 core subjects കൂടി പഠിക്കാം. ആൻഡ് പെൻഡിങ് 5 days, ആ ഒരു 5 days എന്താ സെലക്ട് അനദർ 1 more
ഒരു സബ്ജക്റ്റ് ഇപ്പോൾ മെക്കാനിക്കൽ ആണെങ്കിൽ എന്താ MOS അതിലെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഒരു കോർ സബ്ജക്റ്റ് തന്നെ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടി എന്താ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഇനി ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളുണ്ടാവും. ഇപ്പോൾ മെഷീൻ ഡിസൈൻ മെക്കാനിക്കലായാലും അതേപോലെ EMT അങ്ങനത്തെ ചെറിയ വെയിറ്റേജ് ഉള്ള, പക്ഷേ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ട്. സോ അതിൻ്റെ ഒരു ഫോർമുലാസും കാര്യങ്ങളും എന്താ ബ്രീഫ് ചെയ്യുക ഇൻ സെക്കൻഡ് 20 days. So in first 20 days you will be focusing on maths, aptitude and 2 core subjects, and in second 20 days you will be concentrating on 3 core subjects and 1 a middle class subject will be concentrating on. You have pending 20 days. ഈ 20 ഡേയ്സിൽ നിങ്ങൾ മാക്സിമം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. മാക്സിമം 90s മുതലുള്ള 2019 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താ കീപ്പ് ഓൺ സോൾവ് ചെയ്യും. ഈ ഒരു 20 ഡേയ്സ് വേണേൽ എന്താ യു ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു 2. ഇൻ ഫസ്റ്റ് 10 days സോൾവ് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് നെക്സ്റ്റ് 10 days ടേക്ക് ഓൺ മോക്ക് ടെസ്റ്റ്. കമ്പൾസറി ആയിട്ട് എന്താ യു ഷുഡ് ടേക്ക് ഓൺ മോക്ക് ടെസ്റ്റ്. മാക്സിമം മോക്ക് ടെസ്റ്റ് എന്താ എഴുതുക. എന്നാൽ മാത്രമാണ് നമ്മൾ പഠിച്ച ബേസ് ചെയ്തിട്ട് എന്താ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മോക്ക് ടെസ്റ്റ് എഴുതാൻ നേരത്തെ എന്താ ഇഫ് യു ആർ ഗെറ്റിംഗ് റോങ് ആൻസേഴ്സ് നോട്ട് ഡൗൺ ഇറ്റ്. ഏതാണ് സ്റ്റെപ്സ് ഏതാണ് മിസ്റ്റേക്ക് വന്നേക്കണം എന്താ നോട്ട് ഡൗൺ ചെയ്യുക. അതിനനുസരിച്ച് എന്താ ഇമ്പ്രൂവ് ചെയ്യുക. സോ ദിസ് ഈസ് ദ 60 days പ്രിപ്പറേഷൻ പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എബവ് 60+ മാർക്ക് ഇൻ ഗേറ്റ്. ഫസ്റ്റ് 20 days എന്താ മാത്സ് ആപ്റ്റിറ്റ്യൂഡ് 2 കോർ സബ്ജക്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. സെക്കൻഡ് 20 days 3 കോർ സബ്ജക്റ്റും ഒരു ആഡ് ഓൺ സബ്ജക്റ്റ് ഓർ ഫോർമുലാസ് കാര്യങ്ങൾ എന്താ കോൺസെൻട്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ് 20 days എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് മോക്ക് ടെസ്റ്റ്. ഇനി മോക്ക് ടെസ്റ്റുകൾ എന്താ ഒരുപാട് ഫേംസ് ഒരുപാട് കമ്പനീസ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ബെസ്റ്റ് ഒരുപാട് ഫേംസ് ഉണ്ട്. മെയ്ഡിസിയുടെ മോക്ക് ടെസ്റ്റ് ഇറ്റ് വിൽ ബി മച്ച് ഗുഡ്. ഇല്ലേ എയ്സിൻ്റെ ഉണ്ട്. അങ്ങനെ നല്ലൊരു ഫേംസിൻ്റെ മോക്ക് ടെസ്റ്റ് എന്താ എഴുതി നോക്കാം. ഞാൻ ഒരു കമ്പനിയും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല, ബട്ട് ഞാൻ അറ്റൻഡ് ചെയ്തതോ ഇല്ല എൻ്റെ ഫ്രണ്ട്സ് അറ്റൻഡ് ചെയ്ത് ബേസ് ചെയ്ത് പറഞ്ഞാണ്. ഒരുപാട് ഫേംസ് ഉണ്ട്, പക്ഷേ അതിലും ബെസ്റ്റ് വൺ നല്ല മോക്ക് ടെസ്റ്റുകൾ എന്താ പാക്കേജ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനെ ബേസ് ചെയ്ത് എന്താ അറ്റംപ്റ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. സോ ഈ ഒരു പാത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിനെങ്കിൽ എന്താ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എന്താ അബവ് 60+ വാങ്ങിക്കാം. ദർ ആർ സ്റ്റുഡൻസ് ഹു ഹാവ് ബീൻ ഡൂയിങ് Btech കറന്റ് ലവ് ആൻഡ് റൈറ്റിംഗ് ഗേറ്റ് 2020 ഫോർ ദി ഫസ്റ്റ് ടൈം. അവർ ഡെയിലി ഒരു ക്വസ്റ്റ്യനെങ്കിൽ വി മേ തിങ്ക് ദാറ്റ് വി ആർ നോട്ട് ഗെറ്റിംഗ് ടൈം, വി ആർ ഹാവിംഗ് യൂണിവേഴ്സിറ്റി എക്സാം, ദർ ഇസ് നോ ടൈം ടു സ്റ്റഡി. ബട്ട് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം നമുക്ക് എവിടെയും ഉണ്ട്. സോ ഒരു ക്വസ്റ്റ്യൻ ഡെയിലി ഒരു ക്വസ്റ്റ്യനെങ്കിലും എന്താ നിങ്ങൾ ചെയ്യുക. ഏതെങ്കിലും ഒരു സബ്ജക്ട്സ് എടുത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഗേറ്റിൽ Btech നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഗേറ്റ് വൈസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വിചാരിക്കും ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ സോൾവ് ആകുമോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് എന്താ ഒരെണ്ണം കൂടി ചെയ്യാനായിട്ടുള്ള ഒരു തോന്നൽ വരും, ടെൻഡൻസി വരും. സോ അങ്ങനെ മാത്രമായാൽ മാത്രമാണ് എന്ത് നിങ്ങൾക്ക് ഗേറ്റ് എന്താ ടാക്കിൾ ചെയ്യുക ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എന്താ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പ്ലാൻ ഫോളോ ചെയ്താൽ 60 days പ്ലാൻ ഫോളോ ചെയ്താൽ എന്താ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എന്താ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽഡ് ഏതൊക്കെ സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇല്ല എൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. സോ ബ്രാഞ്ച് വൈസ് ആയിട്ടുള്ള ഏതൊക്കെ സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം, which are the core subjects which should be selected, and detailed plan will be posted in description and also in Facebook page. So like, share and subscribe. പഠിക്കുക, keep on watching പഠിക്കുക. ഇനിയുള്ള ദിവസം നല്ലപോലെ വർക്ക് ചെയ്യുക. നല്ലപോലെ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ഗേറ്റ് എക്സാം എന്താ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2020 നിങ്ങൾക്ക് ഗേറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എഴുതാൻ പറ്റുന്ന 2021 ആ സമയത്ത് നിങ്ങളുടെ ജൂനിയേഴ്സ് എഴുതും. ജൂനിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ജൂനിയേഴ്സ് അല്ല. ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഓൾ ഇന്ത്യ എക്സാമിനേഷനാണ്. ഒരു 2 ലക്ഷത്തോളം കുട്ടികളാണ് എന്ത് പെർ ഇയർ പാസ് ഔട്ടായി വന്നത്. സോ 1 year കഴിയുമ്പോൾ എന്താ അത്രയും കോമ്പറ്റീഷൻ ഈസ് ഗോയിങ് ടു ബി ഇൻക്രീസ്ഡ്. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 27 വയസ്സിലൊരു കുട്ടിക്ക് IAS ഓഫീസർ ആവണമെങ്കിൽ അവൻ്റെ പ്രിപ്പറേഷൻ 7ാം ക്ലാസ്സിൽ തുടങ്ങണം. അത്രയ്ക്കും കോമ്പറ്റീറ്റീവ് ആണ് എന്ത് ലൈഫ് എന്ന് പറയുന്നത്. സോ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ എന്താ നല്ലപോലെ ഗേറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ ഇൻവെസ്റ്റ് ചെയ്യുക, പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ പറയുക. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, കീപ്പ് ഓൺ liking it and like, share and subscribe പഠിക്കുക. So it's Anith signing off. Bye.